ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. അമ്മച്ചി പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 2 മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. നാട്ടില് മധുരമുള്ള നാടൻ മാങ്ങ ചെറിയ സൈസ് മുഴുവത്തോടെ തൊലി കളഞ്ഞാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതുപോലെയുള്ളതും ഉപയോഗിക്കാം. ആദ്യം ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. ഇനിയും മാങ്ങ വേവിക്കാൻ പോവുകയാണ്. ഇത് 2.5 കപ്പ് മാങ്ങ അരിഞ്ഞതുണ്ട്. ഇതിലേക്ക് 3 എരിവുള്ള പച്ചമുളക് 2ആയി പിളർന്നത്, 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഫ്രോസൺ ഉള്ളിയാണ്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇടുന്നു. ഇനിയും മാങ്ങ വേവിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇനിയും ഇത് ഒന്ന് ഇളക്കി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. വെള്ളം മാങ്ങ ഒക്കെ കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണം. ഇത് ഞാൻ 1.5 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. മാങ്ങ വേകുന്ന സമയത്ത് ഞാൻ അതിനുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 3 കാന്തകാരി, 2 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടിക്ക് പകരം ജീരകവും ഉപയോഗിക്കാം. ഇനി ഇത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഇപ്പം ഞാൻ ഒഴിക്കുന്നത്. കുറച്ചായിട്ട് വെള്ളം ഉപയോഗിക്കുക. മാങ്ങ വേകാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റോളമായി. ഇതില് ചില വലിയ പീസസ് ഉണ്ടായിരുന്നത് ഞാൻ ഈ സ്മാഷർ കൊണ്ട് സ്മാഷ് ചെയ്തു. ഇപ്പൊ ഇത് നല്ല പാകമായി. ഇതിൽ നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ ഈ തേങ്ങ അരച്ചപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ അത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനി ഞാൻ മാങ്ങയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഈ പാത്രം കഴുകി സ്വല്പം വെള്ളം കൂടെ നമുക്കതിൽ ഒഴിക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം. കറി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ആവി പൊങ്ങുന്ന സമയത്ത് സ്റ്റൗവിൽ നിന്നും മാറ്റി കുറച്ച് സമയം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ തൈര് ചേർക്കുന്നത്. പുളിശ്ശേരിക്ക് 2 കപ്പ് തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും വളരെ പുളി കുറഞ്ഞ തൈര് വേണം ഉപയോഗിക്കാൻ. തൈര് നല്ല സ്മൂത്ത് ആക്കി അടിച്ചെടുക്കണം. തൈര് മാങ്ങയിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് ഇളക്കി ഇതിൽ യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. ഞാൻ ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. മാമ്പഴ പുളിശ്ശേരി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇതിൽ കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കണം. ഇനി ഞാൻ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. ഇതിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇടുന്നു. 2 ഉണക്കമുളക്,
2 തണ്ട് വെളിച്ചെണ്ണ തെറിക്കാതിരിക്കാനാണ് ഞാനിത് കവർ ചെയ്തത്. ഇനി ഇത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കണം. ലാസ്റ്റിൽ പുളിശ്ശേരിയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നു. ഇത് റോസ്റ്റഡ് ഉലുവപ്പൊടിയാണ്. റോസ്റ്റ് ചെയ്തില്ലെന്ന വരിയിലും കുഴപ്പമില്ല. ഇത് ഉഗ്രൻ മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. യു വിൽ ലവ് ഇറ്റ്.